വെൽക്കം ടു കൊടക്കനാൽ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ ജഗദീഷിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ആ സിനിമ. നല്ലോണം പോലെ കളിച്ചൊരു സിനിമ, ഒരു മെഗാസിറ്റ് ഹിറ്റ് സിനിമയാണത്. അതിലത്തെ ഒരു നായികയുണ്ട്. ആ നായിക നമ്മുടെ ഈ കുറേ ദിവസങ്ങളായിട്ട് പിന്നെ ആ നായികനെ കാണാനില്ല. കുറേ പടങ്ങളിൽ അഭിനയിച്ചു, നല്ല പേര് പ്രശസ്തി എടുത്ത നടിയാണ്. അതുപോലെ തന്നെ പ്രശസ്ത നടി KR സാവിത്രിയുടെ മകളാണ്. അതുപോലെ KR വിജയുടെ സഹോദരി പുത്രിയാണ് അനൂഷ. അപ്പോൾ ആ അനൂഷ കുറേ സിനിമകളിൽ അഭിനയിച്ചത്. പിന്നെ കുറച്ച് നാളായപ്പോൾ സിനിമകളൊന്നുമില്ല, അനൂഷേനെയും കാണാനില്ല. അപ്പോൾ നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയണത് ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന നടിയാണ്. അപ്പോൾ 2007 ജൂൺ 18 വ്യവസായിയായ ഒരു ശരവണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ വിവാഹം കഴിച്ചു. ഇവർക്കൊരു മകളുണ്ട്. അതോടുകൂടിയാണ് സിനിമ അഭിനയം നിർത്തി കുടുംബജീവിതത്തിലേക്ക് കടന്നത്. ഇപ്പോൾ കുടുംബജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ഒരുപാട് നല്ല പടങ്ങളിൽ അഭിനയിച്ച നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു നടിയാണ് അത്. 1991 സിനിമാ ലോകത്ത് എത്തിയത്. ആദ്യം തെലുങ്ക് ചിത്രം, അതുപോലെ തമിഴ് ചിത്രം, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളിലൊക്കെയാണ് ആദ്യം മുഖം കാണിച്ചു. അവിടെയൊക്കെ നല്ല പേരുണ്ടാക്കിയതിന് ശേഷമാണ് 1992 ഫസ്റ്റ് ബെല്ലെന്ന് പറഞ്ഞ് ജയറാമിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതിൽ വന്നപ്പോൾ ആ പടം നല്ല കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. അത് നല്ല രീതിയിൽ കളിച്ചു. അതിനുശേഷം പിന്നെ ഈ നടിക്ക് ഇവിടെ മലയാളത്തിൽ ഭയങ്കര തിരക്കായി. പിന്നെ തമിഴും തെലുങ്കിലൊന്നും പോകാനായിട്ട് സമയമില്ലാണ്ടായി. അങ്ങനെ ഇവിടെ കേരളത്തിൽ ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ തലക്കനമില്ല, അതുപോലെ തന്നെ അഹങ്കാരമില്ല, അതുപോലെ കഴിവറ്റൊരു കലാകാരിയാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് നമുക്കിപ്പോൾ ആ ഒരു നടീനെ മലയാളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉള്ള നടികളൊന്നും നമുക്കങ്ങനെ ഒരുപാട് ഗുണങ്ങളൊന്നും അവർക്ക് പറയാനില്ല. അവരൊക്കെ സിനിമയിൽ വരുന്ന അഭിനയിക്കുന്നു, അവർ കുറേ തലക്കനം കാണിക്കുന്നു, അസൂയ കാണിക്കുന്നത്. അവർ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ തന്നെ സിനിമാ ലോകത്ത് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പെരുമാറ്റം, അവരെ നമുക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും ഒരു നടികളായി ഇന്ന് ഇപ്പോൾ കാണാനില്ല. നമുക്കിതുപോലെ കൊഴിഞ്ഞു പോയ നടികളുണ്ട്, കല്യാണമൊക്കെ കഴിച്ച് പോയ നടികൾ. അവരൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എത്ര സാധുക്കളായിരുന്നു, എത്ര ഉയരത്തിൽ നിൽക്കുന്നവരായിരുന്നു. എന്നിട്ട് പോലും അവർക്കൊരു അഹങ്കാരമോ തലക്കനോ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവർ അഹങ്കാരം കാണിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അവരൊരു സാധാരണ സ്ത്രീകളായിട്ട് തന്നെ ഇപ്പോൾ ഒരു കുടുംബജീവിതം നയിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇതിന് സിനിമാ ലോകത്തേക്ക് വരണ്ട. ഇനി നടി ഭാനുപ്രിയയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. മലയാളത്തിൽ ആദ്യം രാജശില്പി ദുർഗ എന്ന കഥാപാത്രം മലയാളികളെ ഒട്ടൊന്നല്ല ഭ്രമിപ്പിച്ചത്.